ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് കരുതാണ്. അപ്പോൾ ഇന്നത്തത് നമ്മളെ കുക്കിങ്ങും അതേപോലെ അടുക്കളയിലെ വിശേഷങ്ങളൊന്നുമില്ല വ്ളോഗൊന്നും അല്ല കേട്ടോ. ഇന്നൊരു ചെറിയൊരു യാത്രൻ്റെ ഒരു വ്ളോഗാണ്. യാത്ര എന്ന് പറഞ്ഞാൽ കുറേ ദൂരത്തേക്കൊന്നും അല്ല കേട്ടോ, ഞങ്ങളവിടെ നാട്ടിലുള്ളൊരു സ്ഥലത്തേക്ക് തന്നെയാണ്. പക്ഷെ ഇത്രയും കാലമായിട്ട് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലമായിരുന്നു കേട്ടോ ഞങ്ങളവിടേക്ക് പോകണം എന്നിങ്ങനെ വിചാരിച്ചിന്. ആണുങ്ങളൊക്കെ അതേപോലെ പൊയ്യിൽ ചാടാനും പിന്നെ കുളിച്ചാനൊക്കെ ആയിട്ട് ആദ്യം തന്നെ ഇങ്ങനെ പോകലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും ഇതുവരെ പോയിട്ടും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വിട്ടാണ്. അപ്പോൾ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വേഗം ചോറൊക്കെ തിന്നിട്ട് അങ്ങനെ ഇവിടേക്ക് പിന്നെ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. കേരളാംകുണ്ടാണ്, ഇതുവരെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. കേരളാംകുണ്ട് വെള്ളച്ചാട്ടമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഞങ്ങളെ പിന്നെ കരുവാരുണ്ട്, പിന്നെ കുറച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് പോകണം, അവിടെയാണ് കേട്ടോ ഇത്. ഇവിടുത്തെ റോഡൊക്കെ അങ്ങനെയാണ് കേട്ടോ, ഫുള്ള് കല്ല് പതിച്ച അങ്ങനത്തെ ടൈപ്പ് റോഡാണ്. പിന്നെ നമ്മളവിടെ എത്തുമ്പോഴത്തേന് ആകെ കുത്തി കുലുങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ എത്തുക. പക്ഷേ കാണാൻ നല്ല രസമാണ്, ഫുള്ള് മരങ്ങളും ഒരു കാട്ടിലൂടെ അങ്ങനെ പോണ പോലെയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ എത്തി. അവിടെ ടിക്കറ്റ് ചാർജ് എങ്ങനെ ഒരാൾക്ക് 20 റുപ്യ, കുട്ടികൾക്കൊന്നുമില്ല, അല്ലാത്തവർക്കൊക്കെ 20 റുപ്യാണ് ചാർജ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഒപ്പം ഉള്ളത് ഇവിടുത്തെ ഉമ്മയും ഇപ്പയും അതേപോലെ ഇളയച്ചിയും കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയിനത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ബസ്സിൽ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഇതിലുള്ള ബുഷുകളും അതേപോലെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ദൂരത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടോ. നമുക്ക് ഇവിടെ സ്വന്തം നാട്ടിലാകുമ്പോൾ നമുക്ക് അത്ര ഒരു നിലയും വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് സംഭവം. പോകാൻ ഇല്ലായിട്ടല്ല, പക്ഷെ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടോ. അന്നാണെങ്കിൽ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അവിടുന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ. അപ്പോൾ ഈ ഒരു ടൈമിൽ വെള്ളം കുറച്ച് കുറവില്ലൊരു ടൈമിലാണ് ഞങ്ങൾ പോയിരുന്നത്. അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഇതിലേറെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിങ്ങനെ താഴത്തേക്ക് ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല, ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ. ഇങ്ങനെ ഇരുമ്പിൻ്റെ താഴത്തേക്ക് വരെയല്ലേ കോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഈ പാലത്തിൽ കൂടി ഇങ്ങനെ വന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ. പക്ഷെ നല്ല രസമാണ് കാണാൻ. അതേപോലെ തന്നെ ഇവിടെ ഭയങ്കര അപകടം പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാരൊക്കെ അതേപോലെ വെള്ളത്തിലൊക്കെ പെട്ട് മരിച്ചിക്കണ്. പിന്നെ മഴക്കാലത്തൊക്കെ അതേപോലെ വെള്ളത്തിൽ ചാടാനും ഇതിനൊക്കെ ആൾക്കാരൊക്കെ പിന്നെ കുട്ടികളും ചെറുക്കന്മാരൊക്കെ വരുമ്പോൾ വെള്ളത്തിലൊക്കെ ചാടിയിട്ട് കുറേ ഒഴുക്കിലൊക്കെ പെട്ടിട്ട് മരിച്ചിക്കണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പിന്നെ മഴക്കാലത്ത് ഉള്ള സമയത്തൊന്നും അധികം ആരും ഇങ്ങനെ ഇറങ്ങാനൊന്നും അയക്കില്ല കേട്ടോ. പിന്നെ ആണുങ്ങളൊക്കെ വരുമ്പോൾ താഴത്ത് കൂടി വന്നിട്ട് ഇവിടെ ഈ ഒരു കുണ്ടിൽ കുളിച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പിന്നെ അതിനൊന്നും ഇല്ലൊരു തയ്യാറെടുപ്പിൽ വന്നതൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാനെഴുതി വന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ താഴത്ത് നിന്നിട്ട് ഞങ്ങൾ കണ്ടുകാണ്ട് ഇങ്ങനെ തിരിച്ചു പോവുകയാണ്. കുട്ടികൾക്കൊക്കെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ നല്ല പൂതിണ്ടായിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം ആയവും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. പിന്നെ കുറച്ച് അപ്പുറത്തൊക്കെ കുട്ടികൾക്കൊക്കെ കുളിച്ചാൽ ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കല്യാണത്തിന് വന്നപ്പോൾ ഇങ്ങനെ പോയതുകൊണ്ട് നമ്മൾ പിന്നെ ഇറങ്ങാനൊന്നും കരുതിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നാണ്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ പോരുകയാണ്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു റീൽ എടുത്തിക്കണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ താഴത്തുനിന്ന് പന്ത് തട്ടിയിട്ട് ബോൾ ഇങ്ങനെ താഴത്തേക്ക് വീണ ആ ഒരു പിന്നെ ക്ലിപ്പിങ്സ് ഇവിടെ നിന്ന് എടുത്താണ് കേട്ടോ. നമ്മൾ പിന്നെ മലപ്പുറത്തുള്ള റിസ്വാൻ എന്ന് പറഞ്ഞ പിന്നെ ഒരാളാണ് അങ്ങനെ പിന്നെ ആ ഒരു റീൽ ഇട്ടിക്കണ്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കയറി പോകാണ്ട്. താഴത്തേക്ക് ഇറങ്ങി പോരുന്ന പോലെയല്ല, തിരിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സ്റ്റെപ്പ് പിന്നെ കയറിങ്ങാണ്ട് അവിടെ എത്തണമല്ലോ. അപ്പോൾ അങ്ങനെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ദാഹത്തിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടോ, നല്ല മണ്ണിൻ്റെ കൂജിയിലില്ലേ പിന്നെ വെള്ളം ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം അവിടുന്ന് പിന്നെ പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി കയറിയിട്ട് പോരുകയാണ് കേട്ടോ. ഇവിടേക്ക് കാറൊന്നും വരില്ല, ഇവിടുന്ന് അങ്ങോട്ട് ജീപ്പ് തന്നെ വേണം. ഞങ്ങൾ ജീപ്പ് കൊണ്ട് തന്നെയാണ് പോയിനത്. അല്ലെങ്കിൽ നമ്മൾ കാർ കൊണ്ടൊക്കെ ചെല്ലുകയാണെങ്കിൽ പകുതി വഴിക്ക് എത്തിയിട്ട് അവിടെ പിന്നെ ജീപ്പിൻ്റെ സൗകര്യമാണ് കേട്ടോ. അവിടെ ട്രിപ്പ് അടിച്ചു ആൾക്കാർ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്താൽ നമ്മളവിടേക്ക് എത്തിച്ചു തരും. അല്ലാതെ സാധാരണ കാറും ഇതൊന്നും ഇതിലെ പോകില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടി മേലേക്ക് അവിടെ കാണാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത്. പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് അത്രക്ക് ഇതില്ല കേട്ടോ. പക്ഷേ വെള്ളമുള്ള ടൈമിൽ ഇവിടെ നല്ല രസമാണ് കാണാൻ. കുറച്ചും കൂടി മേലേക്ക് അങ്ങനെ പോയതേനും. പിന്നെ കുട്ടികളവിടെ നിന്നാണ്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ അവിടെ നല്ല അടക്കാപ്പയവും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടക്കാപ്പയൊക്കെ പറിച്ച് ഞങ്ങൾ കുറച്ച് അങ്ങനെ അവിടെയൊക്കെ തിന്നാണ് ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അവിടെ ജാതിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നോക്കുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ അടക്കാപ്പയം ജാതിക്കൊക്കെ പറിച്ചത്. അപ്പോൾ അങ്ങനെ അതൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോന്നു കേട്ടോ. പിന്നെ വണ്ടിയിൽ നിന്നാണ് ജാതിക്ക് ഇതൊക്കെ തിന്നത്.
അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടോ. കാരണം ചെന്നിട്ടൊരു കേക്ക് കൊടുക്കാണ്ടായിന്. അപ്പോൾ കേക്കിൻ്റെ പണിയൊക്കെ ഒരു വിധമൊക്കെ കഴിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ചെന്നിട്ട് കൊടുക്കാണ്ടായിന്. അപ്പോൾ ഞങ്ങളങ്ങനെ പെട്ടെന്ന് പോന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. അപ്പോൾ കുക്കിംഗ് വ്ളോഗും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ടോന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.